ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആരുടെയോ ഉദരരോഗം മാറ്റിക്കൊടുത്ത കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അരുതാത വലഞ്ഞു പാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. അരുതാതെ എന്ന് പറഞ്ഞാൽ തീരെ വയ്യാതെ ആയിട്ട് പാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. അദ്ദേഹത്തിൻ്റെ പേര് അപ്പർ എന്നാണ്. ഇദ്ദേഹവും തമിഴ്നാട്ടിലെ ഒരു മഹാസിദ്ധനാണ്. അപ്പം ഇദ്ദേഹത്തിന് കുടുംബപരമായിട്ട് കുടുംബത്തിലുള്ളവരെല്ലാം തന്നെ ശിവഭക്തന്മാരായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും തീരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായ തിലകവതിയാറാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. അപ്പോൾ ആ സമയത്ത് തമിഴ്നാട് ഭാഗത്തൊക്കെ ഈ ജൈനമതം വല്ലാതെ പ്രചരിച്ചിരുന്ന ഒരു സമയമായതുകൊണ്ട് ഇദ്ദേഹത്തിന് ജൈനമതത്തോട് താല്പര്യം തോന്നിയിട്ട് അദ്ദേഹം ജൈനമതത്തിലേക്ക് ചേർന്നു. അത് സഹോദരിയായ തിലകവതിയാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ തിലകവതിയാർ ഭഗവാൻ ശിവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരനെ വീണ്ടും ശിവഭക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു മഹാവ്യാധി ഉദരരോഗത്തിൻ്റെ രൂപത്തിൽ ഈ അപ്പർക്ക് പിടിപെട്ടു. ഈ അപ്പരെ അപ്പ എന്ന് വിളിച്ചത് പോലും തിരുജ്ഞാന സംബന്ധരാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പർക്കൊരു മഹാവ്യാധി ഉദരരോഗത്തിൻ്റെ രൂപത്തിൽ പിടിപെടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായ തിലകവതിയാർ അത് മാറാനായിട്ട് ഓം നമഃശിവായ എന്ന മന്ത്രം ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഇത് നിരന്തരമായിട്ട് ജപിക്കൂ, നിൻ്റെ ഉദരരോഗം മാറുമെന്ന് തിലകവതിയാർ അപ്പരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പര് ഓം നമഃശിവായ എന്ന മന്ത്രം നിരന്തരമായി ജപിച്ചു തുടങ്ങി. പ്രായേണ അദ്ദേഹത്തിൻ്റെ ഉദരരോഗം മാറി മാറി വന്നു. അത് പൂർണ്ണമായിട്ടും ഭേദമായി. പിന്നീട് അദ്ദേഹം മഹാശിവഭക്തനായി. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ജന്മവാസനയായി, കവിത്വവാസനയുണ്ട്, സംഗീതവാസനയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ അദ്ദേഹം ഈ ശിവപാടലുകൾക്കായിട്ട് ശൈവ സ്തോത്രങ്ങൾ പാടി നടക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിലേക്ക് ഒരു സിദ്ധി കടന്നു വന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണ ബാലൻ, സമീപത്തുള്ളൊരു ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അങ്ങനെ ഈ ബ്രാഹ്മണ ബാലനെ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടി. അപ്പോൾ ഈ ബാലൻ ഒരു ദിവസം ഒരു ആഗ്രഹം, തൻ്റെ വീട്ടിലേക്ക് ഈ അപ്പരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സദ്യ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണമെന്ന്. അങ്ങനെ അപ്പരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇല മുറിക്കാൻ പോയ വഴിക്ക് ഈ കുട്ടിയുടെ കാലിൽ വിഷം തീണ്ടി പാമ്പ് കടിച്ച് ഈ കുട്ടി മരിച്ചുപോയി. അപ്പം അത് അപ്പർക്ക് വലിയ വിഷമായി. അദ്ദേഹം എന്ത് ചെയ്തെന്നോ, ഈ കുട്ടിയുടെ ജഡവും എടുത്തുകൊണ്ട് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ കുട്ടിയുടെ ജഡത്തെ അവിടെ കിടത്തിക്കൊണ്ട് ശിവനോട് സ്തോത്രം ഉരുവിട്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ ഹൃദയത്തിൽ നിന്ന് വന്ന സ്തോത്രം ഉരുവിട്ടു. ആ സ്തോത്രം ജപിച്ചു തീർന്നപ്പോഴേക്കും, അത് ചൊല്ലി തീർന്നപ്പോഴേക്കും ആ കുട്ടി ഉയിരോടെ എണീറ്റു വന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുകമ്പാമൂർത്തി എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോതിയ മാമുനീന്ദ്രനോ. മാണിക്യവാചർ എന്ന തമിഴ് സിദ്ധനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ മാണിക്യവാചർ തമിഴ്നാട്ടിലെ വടവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തെ വടവൂരാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പാണ്ഡ്യരാജാവായിരുന്ന അരിമർദ്ദനൻ്റെ മന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഈ വടവൂരാൻ ഒരിക്കൽ സമീപത്തുള്ള പെരുന്തുറ എന്ന സ്ഥലത്തേക്ക് ഈ രാജാവിന് കുതിരകളെ വാങ്ങുവാനായിട്ട് പോയി. അപ്പോൾ അവിടെ അടുത്തൊരു ക്ഷേത്രം കണ്ടപ്പോൾ, ഇദ്ദേഹവും മഹാഭക്തനാണ്, ശിവൻ്റെ മഹാഭക്തനാണ്. തമിഴ് പാടലുകൾ മനോഹരമായിട്ട് തന്നെത്താൻ എഴുതിയുണ്ടാക്കി പാടുന്ന കൂട്ടത്തിലുമാണ്, തൻ്റെ അനുഭവ ഗീതികൾ ഇങ്ങനെ പാടുന്ന കൂട്ടത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ശിവസ്തോത്രങ്ങൾ ആലപിച്ചപ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് ഒരു വൃദ്ധൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിൻ്റെ മധുര ഗീതങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ നീ പറയുന്നത് പകർത്തി എഴുതാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ എനിക്ക് പറഞ്ഞു തരൂ, ഞാനത് പകർത്തി എഴുതാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ വൃദ്ധന് അദ്ദേഹത്തിൻ്റെ പാടലുകൾ പറഞ്ഞു കൊടുത്തു. വൃദ്ധൻ അത് എഴുതിയെടുത്തു. നിൻ്റെ പാടലുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ ആകർഷിച്ചു. ഈ മധുരതരമായ പാടലുകൾ കൊണ്ട് തന്നെ നീ ഇനി വരുന്ന കാലഘട്ടത്തിൽ മാണിക്യവാചർ, വടവൂരാൻ എന്ന വ്യക്തി മാണിക്യവാചർ എന്നറിയപ്പെടുമെന്ന് അദ്ദേഹം അനുഗ്രഹ ആശീസ്സുകൾ ചൊരിഞ്ഞ് അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നടരാജ ക്ഷേത്രമാണ്, നടരാജ രൂപത്തിലാണ് അവിടെ ശിവൻ കുടികൊള്ളുന്നത്. അപ്പോൾ പൂജാരി വന്ന് നട തുറന്ന് നോക്കിയപ്പോൾ ആ നടരാജ വിഗ്രഹത്തിന് താഴെയായി മാണിക്യവാചർ പറഞ്ഞു തന്ന് നടരാജൻ എഴുതിയത് എന്ന
ഒരു കുറിപ്പോടുകൂടി ഒരു താളിയോല ഗ്രന്ഥം അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോതിയ മാമുനീന്ദ്രനോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മര്യാദുടലോട് പോയൊര പരമേശൻ്റെ പരാർത്ഥ്യ ഭക്തനോ സുന്ദരമൂർത്തി നായനാർ, അദ്ദേഹവും തമിഴ് സിദ്ധനാണ്, തമിഴ് പാടലുകൾ കൊണ്ട് പ്രസിദ്ധനായ ആളാണ്. അപ്പം അദ്ദേഹം ഈ ശൈവഗീതങ്ങൾ ആലപിച്ച് ഉയിരോട് കൂടി സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം ഈ പറഞ്ഞ 4 പേർക്കൊരു പ്രത്യേകത ഉണ്ടെന്താണ്, ഇവരൊക്കെ ശിവഭക്തരാണ്. തൻ്റെ കവിതകൾ കൊണ്ട്, തൻ്റെ സ്തോത്രങ്ങൾ കൊണ്ട്, തങ്ങളുടെ അനുഭവ ഗീതികൾ കൊണ്ട് സിദ്ധി കൈവരിച്ചവരാണ്. അപ്പം മഹാഗുരുവുമായിട്ടൊരു ബന്ധം ഇവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ തമിഴ്നാട്ടിലെ സിദ്ധന്മാരോട് ഗുരുവിനൊരു വലിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഗുരു അവധൂത വൃത്തിയിൽ നടന്നിരുന്ന സമയത്ത്, അവധൂതനായിട്ട് നടന്നിരുന്ന കാലഘട്ടത്തിൽ തൃപാദങ്ങൾ തമിഴ്നാട്ടിലുടനീളം സഞ്ചരിച്ചിരുന്നു. അവിടെ ചിദംബരത്ത് പോയിരുന്നു, ചിദംബര ക്ഷേത്ര സന്നിധിയിൽ പോയിരുന്നു, പഴനിമലയിൽ പോയിരുന്നു. അപ്പോൾ പഴനിമലയിൽ പോയിരുന്ന സമയത്താണ് പഴനിമലയിലെ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് മത്തേഭ വൃത്തത്തിൽ ഒട്ടാകെ എന്നും ഒരു പട്ടാംഗമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുത മുട്ടായ ദുഃഖമൊഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തിധര മട്ടായ മൂർത്തി പഴനി കൊട്ടാരവാതിൽ 18 പടിക്കു വഴി കിട്ടാൻ തുണയ്ക്ക സതതം ഈ കൃതി രചിച്ചത്. അപ്പം ഇത് തൃപ്പാദങ്ങൾക്ക് ആ സമയത്ത് എന്തോ ഒരു അസുഖം പിടിപെടുകയും ആ അസുഖം മാറുവാൻ വേണ്ടി പഴനിയിലെ സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അവധൂത കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ ഉപാസന മൂർത്തിയാണ്, ഗുരുവിൻ്റെ ഫ്രണ്ടാണ് സുബ്രഹ്മണ്യൻ. അപ്പം ആ സുബ്രഹ്മണ്യനോട് സ്തുതിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ രചിച്ച കൃതിയാണെന്ന് തൃപ്പാദങ്ങൾ തന്നെ ഇതിൻ്റെ അവസാനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്യുത്കൃഷ്ട വിശാഖ ഷഷ്ടി സമഭിഖ്യാതം മഹദ്വർണ്ണനീയം അസ്ത്വത്യുൾക്കടമോടമെൻ്റെ രുചശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവമിതു പാഠം ചെയ്വവർക്കും ബദ പ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. ഈ ഉത്കൃഷ്ടമായ വിശാഖ ഷഷ്ടി എന്ന കൃതി എൻ്റെ രുചശാന്തിക്ക് വേണ്ടി, എൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ രചിച്ചതാണ്. ഇത് ഭക്തിപൂർവം ജപിക്കുന്നവന് പ്രത്യൂഹാദി സംശയമെന്നെ രോഗമെല്ലാം, അവൻ്റെ രോഗമെല്ലാം ഭേദമാകുമെന്ന് പറഞ്ഞ മഹാഗുരു നമുക്ക് സജസ്റ്റ് ചെയ്തു തരുന്ന ഒരു കൃതി കൂടിയാണ്. അങ്ങനെ പഴനിമലയിൽ പോയിട്ടുണ്ട്, ചിദംബരത്ത് പോയിട്ടുണ്ട്. ആ ചിദംബരനാഥനെ സ്തുതിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന കൃതിയാണ് ശിവസ്തോത്രങ്ങളിലെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവസ്തോത്രങ്ങളിലെ ഏക സംസ്കൃത സ്തോത്രം.